Prepare a speech on the role of entrepreneurship in the society. സൊസൈറ്റിയിൽ ഓൺടർപ്രണർഷിപ്പിന്റെ റോൾ എന്താണ് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ റോൾ എന്താണ് അതിൻ്റെ റോൾ എന്നതിനെക്കുറിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കുക. ഇതും ഒരു സ്റ്റീരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. സ്പീച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷവും നന്നായി പഠിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഫോർമൽ രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു സ്പീച്ച് എഴുതേണ്ടതെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Entrepreneurship എന്താണെന്ന് എഴുതുക ആദ്യം. മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. Entrepreneurship. Then a society grows with the budding entrepreneurs. എങ്ങനെയാണ് ഒരു ബഡ്ഡിംഗ് എന്റർപ്രണർ ഒരു സൊസൈറ്റിയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടത്? Then small scale enterprises provide employment to many. അത് എത്രത്തോളം ആൾക്കാർക്ക് ഈ ചെറുകിട വ്യവസായങ്ങൾ എന്റർപ്രണർഷിപ്പുകൾ വരുന്നതോടുകൂടി ആൾക്കാർക്ക് എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, എത്ര പേർക്ക് തൊഴിൽ കിട്ടും, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. Then such attempts by growing businessmen have a positive impact. അവർക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ച് എഴുതാം. Then ഇർഫാൻ ആലം ആൻഡ് ഷഹീൻ മിശ്ര ആർ എക്സാമ്പിൾസ്. ഷഹീൻ മിശ്രയും ഇർഫാൻ ആലവും വളരെ താഴേക്കിടയിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് എന്റർപ്രണേഴ്സായി മാറിയവരാണ്. അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ത്രീ വീൽഡ് റെവല്യൂഷനും ദീദി ചാപ്റ്ററൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അവരൊക്കെ എന്റർപ്രണേഴ്സാണ്. അവർ വലിയ ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്ത് സമൂഹത്തിലെ വളരെ താഴേക്കിടയിലുള്ള ഒരു പുവർ ക്ലാസ്സിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് എന്റർപ്രണേഴ്സ് ആയത്. അവർ ഒരു സൊസൈറ്റി ബേസ്ഡ് അല്ലെങ്കിൽ സോഷ്യൽ മൈൻഡ്, സൊസൈറ്റിക്ക് കൂടി എന്തെങ്കിലും കിട്ടണം, പ്രോഫിറ്റ് മാത്രമല്ല സൊസൈറ്റിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുള്ള എന്റർപ്രണേഴ്സ് ആയിരുന്നു. Then it is necessary that the youth of today also take up new enterprises to help developing India. Developing Indiയയ്ക്ക് വേണ്ടി യൂത്ത്, ഇന്നത്തെ പുതിയ തലമുറ എന്റർപ്രണേഴ്സായി മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഈ രണ്ട് ചാപ്റ്റേഴ്സും പറയുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്പീച്ചിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ രീതിയിൽ നല്ലൊരു സ്പീച്ച് എഴുതി തയ്യാറാക്കി പഠിക്കേണ്ടതാണ്.